വീണ്ടും ടൊവിനോ തോമസ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറഞ്ഞ മൂവിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂകൾ ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് എല്ലാ ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൊവിനോയുടെ സംസാരം, വേ ഹി പ്രസന്റ് തോട്ട്സ് ഒക്കെ ഭയങ്കര രസമാണ്. പൃഥ്വിരാജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്റർവ്യൂസിലൊക്കെ നല്ല നല്ല ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ടൊവിനോ തോമസ്. ഓക്കെ, അപ്പോൾ ഇന്ന് കണ്ടൊരു സാധനം, മനുഷ്യരെയാണ് ദൈവത്തേക്കാൾ വിശ്വാസം. അത് എനിക്കാണ് ഇഷ്ടമായത്. ബൈ ദ വേ, കാർ എവിടെയെന്ന് ചോദിക്കുന്നവരോടാണ്, കാർ ജനറൽ സർവീസിന് കൊടുത്താണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ കയറിയിരിക്കുന്നത്. ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വീട്ടിനകത്തിരിക്കാനുള്ള പ്ലാനാണ്. കാർ കിട്ടട്ടെ, പറയാം. പിന്നെ വേറൊന്ന്, വിമർശിക്കാനായി ഒന്നും ചെയ്തിട്ടില്ല, അത് മാറാനും ചെയ്തിട്ടില്ല. അങ്ങനെ 2 എണ്ണം കണ്ടടേ. അപ്പോൾ ആ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ കേൾക്കണമെങ്കിൽ കേട്ടോളൂ. അല്ലേ സ്നേഹ? അങ്ങനെ തന്നെ. പക്ഷെ ഇതിനും ഒന്നിനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അഫിലിയേറ്റ് ചെയ്ത് വായിക്കാതിരുന്നാൽ സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് നീരജ് മാധവ് ഒരിക്കലിട്ടൊരു പോസ്റ്റ്, അത് ഞാൻ കുറെ പ്രാവശ്യം അത് ചിന്തിക്കുകയും എനിക്ക് അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ട്. പക്ഷെ ഞാനത് ശരിക്കും അവൻ പറഞ്ഞത് ഭയങ്കര സത്യമാണെന്ന് തോന്നിയൊരു കാര്യമാണ്. നിങ്ങളുടെ നിലപാടോട് ആർക്കും അറിയണ്ട, നിങ്ങൾ ഏത് പക്ഷത്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങളുടെ അപ്പൊ നമ്മളൊരു നിലപാട് പറയുന്ന സമയത്ത് ഉടനെ പക്ഷത്തേക്ക് ആക്കി കളയും. അത് ആ ഒരു പേടി മാത്രമേ ഉള്ളൂ. അതർവൈസ് അത് നമ്മൾ ഉത്തരവാദിത്വമാണ് പറയേണ്ടത്. പറയാതെയും ഇരിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല എന്നും ചിന്തിക്കാം. പിന്നെ ഞാനത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് സോഷ്യൽ മീഡിയ അതിന് പറ്റിയൊരു വേദിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സിനിമകളും അതിന് പറ്റിയ വേദിയാവും ചിലപ്പോൾ. അപ്പൊ സിനിമകളിൽ കൂടെ പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. എല്ലാ സിനിമയിലും അങ്ങനെ സാരോപദേശം വേണമെന്നില്ല. ചിലപ്പോ അങ്ങനെ എന്റെ മേഖല ഇതാണ്, ഇതിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയും, പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെയാണ് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പറയാനും പറയാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നും മാൻഡേറ്ററി അല്ല. ചില സമയത്ത് പറയണം തോന്നുമ്പോൾ അതും പറഞ്ഞ് പ്രതികരണ തൊഴിലാളി ആവാൻ പറ്റില്ല. ഒരു തവണ നമ്മളിത് പറഞ്ഞാൽ എന്തായി പ്രതികരിക്കണില്ലേ, അങ്ങനെ എല്ലാ ദിവസവും രാവിലെ പ്രതികരിക്കാനൊന്നും കിട്ടിയില്ലല്ലോ, അങ്ങനെയല്ലല്ലോ. നമ്മള് അത്രയും നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യുമ്പോഴല്ലേ നമ്മളൊരു കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ഓക്കെ, സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ, അതും ഒരു സിനിമ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കണോ വേണ്ടേ, അതാണ് ഇവിടുത്തെ വിഷയം. കുറേ അധികം നടന്മാരും നടിമാരൊക്കെ നമുക്കുണ്ട്. വർഷാവർഷങ്ങൾ കാലാകാലങ്ങളായിട്ട് മലയാള സിനിമയിൽ വന്നുപോയവരും നിലനിൽക്കുന്നവരും ഇല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടൈം. ഓക്കെ, ആ സമയത്ത് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അങ്ങനെയല്ലേ? പ്രതികരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അഭിപ്രായം ഷെയർ ചെയ്യുന്നവരുടെയോ എണ്ണം വളരെ കുറവാണ്. അതിൽ തന്നെ ഈ പ്രതികരണവും വ്യത്യാസം ഉണ്ടാവും, അഭിപ്രായം ഷെയർ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. രണ്ടാണ്. പ്രതികരിക്കുക ഇൻ ദ സെൻസ്, ഇപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ച് ഇമോഷണലി അങ്ങോട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ പക്ഷം ചേർക്കും. ഓക്കെ, മതം, പൊളിറ്റിക്സ് ഒക്കെ കൂടി ഇട്ടിട്ട് ആളെ പേരും നോക്കും. ഓക്കെ, ടൊവിനോ തോമസ്, മുഹമ്മദ്, ശിവൻ, പേര് നോക്കിയിട്ട് നേരെ പിടിച്ചാലിടും. അതൊരു സീനുണ്ട്. അപ്പോൾ അതൊക്കെ അറിയുന്നത് കൊണ്ട് പല സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള നടന്മാരും നടിമാരും ഒന്നും, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഒന്നും ഒരു കാര്യത്തിലും പ്രതികരിക്കില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ടൊവിനോ തോമസ് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശരിക്കൊരു ബേർഡൻ ആവുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിലും ടൊവിനോ തോമസ് ആണെങ്കിലും അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ട് ഭയങ്കര നമ്മളെ രാജ്യത്തിനെ ബാധിക്കുന്ന, അതിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കാറുണ്ട്. ഉണ്ണിമൂന്തൻ ഓബിയസ്ലി. പക്ഷെ ഉണ്ണിമൂന്തൻ, അതായത് 2 എക്സ്ട്രീം ഞാൻ പറഞ്ഞിരുന്നു. ഉണ്ണിമൂന്തൻ പ്രതികരിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷത്ത് കൊണ്ടുപോയിട്ട് ഉണ്ണിമൂന്തൻ അവിടെ കൊണ്ടുപോയിടും, സംഖ്യയാക്കി അവിടെ കൊണ്ടുപോയിടും. പക്ഷെ പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിച്ച്, ചിലപ്പോൾ പ്രതികരിക്കാണ്ടാത്ത കാര്യങ്ങളിലും പ്രതികരിക്കും. അവിടെ ഉണ്ണിമൂന്തൻ ഈ ടൊവിനോ പറയുന്ന എക്സാമ്പിളാണ്. എല്ലാത്തിനും എന്തിനും പ്രതികരിക്കണം എന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള രീതിക്കൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇതാണ്. ഓക്കെ, അതിപ്പോൾ ടൊവിനോയ്ക്ക് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അറിയാവുള്ളൂ. അതായത് എല്ലാത്തിലും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് ഏതിലും. ഇപ്പോൾ FFCക്കാർ പറഞ്ഞ മാതിരി റോട്ടിൽ ആരെങ്കിലും തീട്ടിട്ട് വെച്ചാലും എടുത്ത് വെച്ച് പ്രതികരിക്കും സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ പോലെ.
എൻ്റെ പണി ഏതായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ടോവിനോൻ്റെ പണി എന്ന് പറഞ്ഞാൽ സിനിമ, അതാണ്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ അതിൽ പ്രതികരിക്കുക, ഇല്ലാത്തതിലില്ല, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷെ ഈ പേടി കൊണ്ട് മിണ്ടാതിരിക്കുന്ന ആളുകൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ആ നമ്പറൊക്കെ മാറണം. കാരണം സിനിമ സെലിബ്രിറ്റി ആയതുകൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറയണം, അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ട, അങ്ങനെയില്ല. പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അവർക്ക് അവരുടെ തോട്ട്സ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഈ പക്ഷം ചേർത്തി പറയുന്നത് അതൊരു രാഷ്ട്രീയമാക്കുന്നതും മതമാക്കുന്നതുമാണ് ഇവിടുത്തെ വിഷയം. അത് ജനങ്ങൾ മാറ്റേണ്ടതാണ്. എന്നാലേ നമുക്ക് ഇവരുടെയൊക്കെ തോട്ട്സ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എന്നാലല്ലേ നമുക്ക് ഓക്കെ ഈ പേഴ്സൺ ഇയാളുടെ ചിന്താഗതി ഇങ്ങനെയാണ്, ഇന്ന പേഴ്സൺ ഇയാളുടെ ചിന്താഗതി ഇങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാവണം. എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ ഓ ഇയാൾക്കപ്പോൾ ഇതാണല്ലേ, അത് ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ പലരും സൈലൻ്റ് ആണ്. ഓക്കെ, ചില കാര്യങ്ങളിൽ ആൾക്കാർ ചോദിക്കും അഭിപ്രായം പറയണില്ലേ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അറിയാണ്ട് ഞാൻ അഭിപ്രായം പറയാം. ബാക്കി നമ്മളിപ്പോൾ എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി അതിന്റെ എന്താണ് സർക്കംസ്റ്റൻസ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ. നമ്മൾ കൂടുതൽ ആൾക്കാർ നമ്മളുടെ എന്തെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ വേണം അത് നിർവഹിക്കാൻ. ഞാനങ്ങനെ ഒരു പാർട്ടിയായിട്ടോ ഒരു മതമായിട്ടോ ഏത് പാർട്ടിയും ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ എനിക്ക് ആരോടും പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ല, പ്രത്യേകിച്ചൊരു ഇഷ്ടക്കേടുമില്ല. കുറച്ചും കൂടെ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന പരിപാടിയാണ് ഞാൻ എൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഐഡിയോളജി കൂടെയാണ്, അത് പേപ്പറിൽ മാത്രം ഉണ്ടായാലും പോരാ. അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയോളജിയാണ് എൻ്റെ. മനുഷ്യനെയാണ് ഞാൻ ദൈവത്തിനേക്കാൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോ അതാണ് സത്യം. അപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. നമ്മുടെ പടം ദൈവങ്ങളെ ഒന്നും കാണാറില്ല, മനുഷ്യരല്ലേ ഒന്ന് കാണുന്നത്. അത് ശരിയാണ്. അതായത് എനിക്കും അങ്ങനെ ഉണ്ടായ മനുഷ്യന്മാരെ വിശ്വസിക്കുക. ദൈവം വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്മാരെ തന്നെ വിശ്വസിക്കുക. കാരണം ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നതും കൊണ്ട് നടക്കുന്നതും ഒക്കെ മനുഷ്യന്മാർ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ വിശ്വാസം, നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് തിരിച്ചൊരെന്ത് നല്ല നല്ല രീതിയിലുള്ള വൈബും റെസ്പോൺസും കിട്ടുമ്പോൾ ഇറ്റ്സ് ഫൈൻ. എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യും. ചില മനുഷ്യന്മാരുടെ വിഷയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ഒട്ടും കണ്ടുപിടിക്കില്ല അല്ലെങ്കിൽ വിശ്വസിക്കില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. എൻ്റെ ലൈഫിൽ ഞാനിനി ഒരു മനുഷ്യനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു പോകുന്ന പലരും ഉണ്ട്. ഇന്ന് അവർ കൊടൂരമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഭയങ്കര വിശ്വാസമായിരിക്കും ദൈവത്തിൽ. ദൈവമായിരിക്കും മതമായിരിക്കും അവർക്കെല്ലാം അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. ബട്ട് സ്റ്റിൽ ഒരു മനുഷ്യന്മാരെ അവർക്ക് കണ്ടുപിടിക്കുന്നുണ്ടാവില്ല. അവരുടെ ബ്ലഡ് റിലേഷനിലാണെങ്കിൽ സ്വന്തം ബ്ലഡ് റിലേഷനെ പോലും പറ്റില്ല ദൈവത്തിനെ കണ്ണടച്ച് വിശ്വസിക്കും. അതായത് ചില മനുഷ്യന്മാർക്ക് ഒരു അതൊന്നും ശരിക്കും അതൊരു തരം സ്വാർത്ഥതയെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ഈ ദൈവത്തിൽ കുറേ കൂടുതൽ പോയിട്ട് ദൈവത്തിനെ വിശ്വസിക്കുമ്പോൾ എന്താ അറിയുമോ, ഭയങ്കര സ്വാർത്ഥന്മാരാണ് അവർ തോന്നുന്നത്. പിന്നെ എല്ലാം ദൈവത്തിന് കൊടുത്താൽ മതിയല്ലോ, ദൈവത്തിനോട് പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയൊന്നും ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യനോടൊന്നും ഷെയർ ചെയ്യണ്ടല്ലോ. സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും പൈസ ആണെങ്കിലും എല്ലാം ദൈവത്തിന് കൊടുത്താൽ മതി. ബാക്കി മനുഷ്യന്മാർക്ക് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ. അതാണ് എനിക്ക് തോന്നി മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ തോന്നുന്നത്. അപ്പം എന്താണെങ്കിലും ഇതൊക്കെ പറയുമ്പോൾ മിക്കവാറും ടൊവിനോനെ പിടിച്ചിട്ട് എന്താ പറയുക, ഓ ഇവൻ അപ്പം അങ്ങനെയാണല്ലേ, അവനിപ്പോൾ ദൈവമൊന്നും ഇല്ലല്ലേ, ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പോയി ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈ പേജിലൊക്കെ. അപ്പം എന്താണെങ്കിലും ദൈവത്തിനേക്കാൾ കൂടുതൽ മനുഷ്യനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിമർശനങ്ങൾ ഓബിയസ്ലി വരും. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി കൂടി ടൊവിനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിമർശനത്തിന് വേണ്ടിയിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് മാറാൻ വേണ്ടിയിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആൾക്കാരുടെ പറയാൻ ഒരു രസമുള്ളൊരു കാര്യം ഇദ്ദേഹം മറന്നു നോക്കുകയാണ്, എനിക്കത് മറക്കാനൊക്കെ അല്ല. ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് അതൊരു സംഭവം. എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുക, നമ്മൾ ഡ്രസ്സ് യൂണിഫോമിലേക്ക് അപ്പോൾ കുറച്ച് പേര് എടുക്കുന്നു, കുറച്ച് പേര് എടുക്കുക, ചേട്ടാ എടുക്കില്ലേ അതാന്ന് പറയും. ഒരു ചങ്ങനാശ്ശേരി ചന്തയല്ല, ഒരു കക്ഷി വന്ന് ഞങ്ങളോടൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി ഇച്ചിരി സാധനം അടിച്ചു, ഭയങ്കര ബഹളം. പുള്ളി ഭയങ്കര ബഹളം വെച്ച് അവിടെ കിടന്ന് ബഹളം. അപ്പോൾ ഇദ്ദേഹത്തെ പറഞ്ഞ് ചേട്ടാ പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞില്ല ഇതായതുകൊണ്ട് എടുക്കുന്നത്, അല്ലാതെ നമുക്ക് എടുക്കുന്നതിന് പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല. കുറച്ച് പേരെ കൂടെ ഒന്ന് എടുക്കുകയൊക്കെ ചെയ്തൊരു പുള്ളിയുടെ അടുത്ത കമൻറ്റാണ്, ഞങ്ങളുടെ കാശിനാടാ നിങ്ങൾക്ക് വലിയ ആളാകുന്നു ജോലി ചോദിച്ചു. അപ്പോൾ എൻ്റെ ഉടനെ മറുപടി കൊടുത്ത് നീ എൻ്റെ സിനിമ കാണണ്ട, അല്ല അല്ലാതെ എന്ത് ചെയ്യാനൊക്കെ മനുഷ്യനല്ലേ,
ഒരാളെ പോയതുകൊണ്ടാണ് ഈ പുള്ളി ഇത്ര കാലം നിന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഞാനൊക്കെ കാണുന്ന കാരണമാണ് നിന്റെ ചാനൽ വർക്ക് അവിടെ താടിക്കിട്ട് റെഡി എന്ത് പറയാൻ മറുപടി എന്താ പറയണ്ടേ? ഇപ്പൊ കർഷകൻ അരി കർഷകനാണെന്ന് വിചാരിക്കുക, അയാളുടെ അടുത്ത് ഞങ്ങളൊക്കെ ചോറിനോണ്ടാ നീ ജീവിക്കണേ അപ്പൊ അയാൾ തിരിച്ചു പറയാം എന്നാ നീ ഉണ്ടണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. എല്ലാവരും ചെയ്യുന്നത് ജോലിയാണ്. അപ്പോ ഞങ്ങൾക്കും ഇതൊരു ജോലിയും കൂടിയാണ്. തീർച്ചയായിട്ടും ആഗ്രഹിച്ചും നല്ല വെയിലും ഓട്ടക്കളും ഓടിക്കതച്ച് ക്ഷീണിച്ച് വേർത്ത് വന്ന് കയറുക. അല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അതെ, അത് തന്നെയാണ്. ചോദിച്ചാൽ പറയും ലാസ്റ്റ് കേട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ കോളിലൊക്കെയാന്ന് പറയും. അല്ല, പുള്ളി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ നിലനിൽപ്പിനും വിനീതയുടെ നിലനിൽപ്പിനും എൻ്റെ നിലനിൽപ്പിനും ചേട്ടൻ്റെ നിലനിൽപ്പിനും പുറത്തുള്ള എല്ലാവരുടെ നിലനിൽപ്പിനും ഈ ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഉണ്ട്. ഞാനുള്ള കാരണം കൊണ്ടായിരിക്കും നിങ്ങളുള്ളത്, നിങ്ങളുള്ളതുകൊണ്ടായിരിക്കും ഞാൻ. അതൊക്കെ ഉള്ളതാ, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ അവകാശം സ്ഥാപിക്കേണ്ട കാര്യം എന്താ? ഞാൻ അരി മേടിച്ച് തിന്നുന്ന കാരണം കൊണ്ടാണ് കർഷകൻ ജീവിക്കുന്നതെന്ന് കൊണ്ട് അവന്റെ വീട്ടിൽ കയറിന്നിട്ട് അലമ്പുണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു സൊസൈറ്റി. ചില ആളുകൾ ഇങ്ങനെയാണ്, അതായത് അവരുടെ ആവശ്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഈ ഡയലോഗ് അടിച്ച് കയറും. ഇപ്പം ചില സിനിമകളുടെയൊക്കെ ഒരു ഫെയിലിയർ ഫേസ് വരുന്ന സമയത്ത്, ഫെയിലിയർ ഫേസ് വരുന്ന സമയത്ത് അവർ വന്നിട്ട് പറയുമല്ലോ, അതായത് നാട്ടുകാർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, നാട്ടുകാർ കുറ്റപ്പെടുത്തൽ, ഇതിലെന്താ കുറ്റപ്പെടുത്താനുള്ളത്, അവരുടെ ഒരു ഫ്രസ്ട്രേറ്റഡ് ഫേസിൽ വന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മളൊക്കെ തിരിച്ചു പറയാറുണ്ട്. അതായത് ശരി എടീ ഞങ്ങൾ കാണുന്നതുകൊണ്ടല്ലേ പടം ഓർഡർ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെന്യുവിനായിട്ടുള്ള റെസ്പോൺസിബിൾ, ജനങ്ങളുടെ ഒരു റെസ്പോൺസിന് ഒട്ടും വില കൊടുക്കാതെ അവരുടെ പ്രൊഡക്റ്റ് ഭയങ്കര എന്ന് പറയുന്ന സ്റ്റേജിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ചോദിക്കുന്നത് നമുക്ക് റെലവൻ്റ് ആവും. ഇത് വളരെ ചുമ്മാ കാഷ്വലായിട്ട് ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഫോട്ടോ ചേട്ടാ ഒന്ന് ഒരു 5 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇതുകൊണ്ടാണ് രണ്ട് കോൺടെസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതെനിക്ക് തോന്നുന്നു ഇവിടെ ഒട്ടുമിക്ക എല്ലാ സിനിമ സെലിബ്രിറ്റീസിനും ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. അതായത് നിന്ന് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥ. ഇല്ലെങ്കിൽ നാട്ടുകാരെ മുന്നിൽ നിന്ന് ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാം, അവർക്ക് പിന്നെ പോകാനൊന്നുമില്ല, എടുത്തിട്ട് അലക്കുമ്പോൾ അല്ല കമൻറ്റ് വിളിച്ച് പറഞ്ഞ് ആകെ അല്ലമ്പൊക്കെ കളി. ഇപ്പം അടുത്ത ലാലേട്ടൻ മറ്റേ ഇവിടെ നമ്മളെ സുരേഷ് ഗോപിയുടെ മകളെ കല്യാണത്തിന് ഗുരുവായൂർ വന്നപ്പോൾ സെയിം സീൻ. ലാലേട്ടൻ കൈ കാണിച്ചില്ല, അവൻ വലുതായത് ഞങ്ങൾ കാരണം കൊണ്ടാണ്, അവൻ കൈ കാണിച്ചില്ല, അവൻ ആര്. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് സൊസൈറ്റിയിനകത്ത്. ഇവരിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ഥലം സ്വന്തമാണെന്ന് അവർക്ക് വിഷയമല്ല, അവരെ കാര്യം നടന്നില്ലേ കഴിഞ്ഞ്, വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും പ്രൈവസി ഉണ്ട്, പ്രൈവസി ഭയങ്കരമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവും ചില കാര്യങ്ങളോട് താല്പര്യവും ചില കാര്യങ്ങളോട് താല്പര്യമില്ലായ്മയും ഉണ്ടാവും. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്പേസും സ്വാതന്ത്ര്യവും ഒക്കെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അല്ലെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻ വെക്കാൻ നമ്മൾ സൊസൈറ്റീനെ കൊണ്ട് പറ്റും? ഇല്ല, നടക്കൂല. അപ്പോൾ സിനിമക്കാരാണെങ്കിലും സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. ചില ആളുകളുണ്ട് കേട്ടോ, അത് മുതലെടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കയറി അല്ലപ്പാക്കണ കുറേ ടീം. അത് പക്ഷേ എണ്ണം കുറവാണ്, അധികം ആളുകളും സൈലൻ്റ് ആണ്. ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പറയുന്ന ആളുകൾ ആണ് മിക്കവാറും ഏറെ പോവാറും. അങ്ങനെയുണ്ട് ചില ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടാണ് ഏറെ പോവാറുണ്ട്. പക്ഷെ അവർ മൈൻഡേ ഇല്ല, പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും. പക്ഷെ വല്ലപ്പോഴും വന്നേ പറയാറുള്ളൂ. സ്ഥിരമായി പറഞ്ഞ് ഏറെ പോകുന്ന കാറ്റഗറി വേറെയുണ്ട്. എന്താണെങ്കിലും രസമാണ്. എനിക്ക് ഈ ടൊവിനോ ഇൻ്റർവ്യൂസൊക്കെ ഭയങ്കര രസമാണ്. കാരണം ആള് കൊള്ളാം. പൃഥ്വിരാജിന് ശേഷം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് കുറച്ചും കൂടി ഒരു മലയാളം സിനിമയിലെ ബിസിനസ്സും മലയാളം സിനിമ ഇനി എങ്ങനെ വർക്കൗട്ട് ആക്കണമെന്നും സ്വന്തം സിനിമ തന്നെ ഓരോ സിനിമ കഴിയുമ്പോഴും ഓരോ ലെവല് കയറ്റി കൊണ്ടുപോകുന്നത് ടൊവിനോയിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് എനിക്ക് വിസിബിൾ ആവുന്നുണ്ട്.